കണ്ണൂർ ദന്തൽ കോളേജിന്റെ ഉടമ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് പൊയ്നാച്ചി സെഞ്ചുറി ദന്തൽ കോളേജും അടച്ചുപൂട്ടി. പുതിയ ബാച്ചുകൾക്ക് പ്രവേശനം അനുവദിക്കാത്തതിന് പുറമെ നിലവിലെ വിദ്യാർത്ഥികളെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റാനും അധികൃതർ നിർദ്ദേശം നൽകി. അഞ്ചരക്കണ്ടി കോളേജിന് സമാനമായി ഇവിടെ അധ്യാപക പീഡന പരാതികൾ ഉയർന്നിരുന്നു. അവിടെ ഇതേപോലെ തന്നെ നല്ല ഹറാസ്മെന്റ് ആയിരുന്നു. ടീച്ചേഴ്സിന്റെയും സ്റ്റാഫിന്റെ വക ഭയങ്കര ഹറാസ്മെന്റ്. ഇതേപോലെ തന്നെ കുട്ടികളെ കോളറൊക്കെ പിടിച്ച് കഴിവേറെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂർ ഡെന്റൽ കോളേജ് ഉടമ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിൽ കാസർഗോഡ് ജില്ലയിലും ഒരു ഡെന്റൽ കോളേജ് ഉണ്ട്. അതാണ് എനിക്ക് തൊട്ടരികിലായി കാണുന്ന ഈ ഡെന്റൽ കോളേജ്. സെഞ്ചുറി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ എന്നതാണ് ഈ ഡെന്റൽ കോളേജിന്റെ പേര്. ഏറെ നാളുകളായി ഇപ്പോൾ പുതിയ ബാച്ചിനും തന്നെ ഇവിടെ പ്രവേശനം ലഭിച്ചിട്ടില്ല. കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിൽ നടന്നതിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ അധ്യാപക പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫ് നടന്നു പോകുമ്പോ ഒരു കുട്ടി കണ്ടില്ല. അപ്പൊ ആ കുട്ടിക്ക് അഹങ്കാരം എണീറ്റ് നിന്നില്ല, വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അങ്ങനെ പൊട്ടിച്ച് പിന്നെ പ്രാക്ടിക്കൽ എല്ലാം ഇതേപോലെ തന്നെ അയാൾക്ക് തോന്നുന്ന പോലെ കുറെ കുട്ടികളെ പൊട്ടിച്ച്. ഇത് ഒരു സ്റ്റാഫ് അല്ല, ഒരുപാട് സ്റ്റാഫ് അവിടെ അങ്ങനെ ഉണ്ട്. മുസ്ലിം മാനേജ്മെന്റിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഇൻഫ്ലുവൻസ്, ബോയ്സിനും ഗേൾസിനും ഒക്കെ വേറെ റൂൾസ്. റാഗിംഗ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു ക്യാമ്പസ് കൂടിയാണിത്. ഫ്രഷേഴ്സ് ഡേ എന്നുള്ള രീതിയിൽ തന്നെ സീനിയർ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിദ്യാർത്ഥികളെ വ്യാപകമായി റാഗ് ചെയ്യാനുള്ള സൗകര്യം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും കൂടി ഫസ്റ്റ് ഇയേഴ്സിന്റെ മുഖത്ത് ഫുൾ കരിവാരി തേച്ചിട്ട് ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് ആദിവാസികളെ പോലെയൊക്കെ ഡ്രസ് ചെയ്ത് അല്ല അവർക്ക് അതായത് വികൃതമാക്കിയിട്ട് ഈ ജൂനിയേഴ്സിനെ ഡ്രസ് ചെയ്യിപ്പിച്ചിട്ട് അവര് ഒരു സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് ഒരു ഹാളുണ്ട്, ഹാളിൽ കൊണ്ടുപോയിട്ട് സീനിയേഴ്സ് പറയുന്ന പോലെ അപ്പൊ ആ ജൂനിയേഴ്സ് ഫസ്റ്റ് ഇയേഴ്സ് പെർഫോം ചെയ്യണം. അത് കാണാൻ വേണ്ടിയിട്ട് ഹോൾ കോളേജിലെ സ്റ്റുഡൻസും സ്റ്റാഫ് അടക്കം ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ഡേ ആണത്. സാധാരണയൊക്കെ തന്നെ ക്യാമ്പസുകളിൽ ഈ വലിയ രീതിയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് റാഗിംഗ് ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കേണ്ടത് അധ്യാപകർ തന്നെയാണ്. എന്നാൽ അധ്യാപകർ അതിന് വളം വയ്ക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാസർഗോഡ് പൊയ്നാച്ചിയിലും കാണാൻ സാധിക്കുന്നത്. അതിക്രൂരമായ കാഴ്ചയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി നിയമ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഷായു ചന്ദ്രപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.